ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ റംസാൻ അവസാനിച്ചു. റമദാൻ മാസം കഴിഞ്ഞു. പുതിയ മാസപ്പിറവി ഇന്ന് കണ്ടു. ഇനി നാളെ ചെറിയ പെരുന്നാളാണ്. ഇന്ന് തലേ ദിവസം. അപ്പോൾ തലേ ദിവസം നമുക്ക് പെരുന്നാളിന് വേണ്ടിയുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ, നമുക്ക് അതൊക്കെ കാണാം. വിതറിൻ്റെ അരി ഒക്കെ സെറ്റാക്കി അതിൻ്റേതായ അത് കൊടുക്കേണ്ട സ്പെസിഫിക് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് കൊടുത്തയച്ചു. ചിന്ന ചിന്ന കാര്യങ്ങൾ, അതായത് അപ്പം ചുടുക, ബീഫ് വരട്ടി വെക്കുക, അങ്ങനെ ഫുഡിൻ്റെ ഒരു ദിവസമാണല്ലോ. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ അടുക്കളയിൽ ഛന്നം ഭിന്നമായി നടന്നുകൊണ്ടിരിക്കുന്നു. മദറിലോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് പോയിട്ട് വിറപ്പിച്ച് വീഡിയോ എടുക്കാം. കമോട്ട് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ റമദാൻ മാസം പിറന്നു കഴിഞ്ഞ് ചെറിയ പെരുന്നാൾ തുടങ്ങിക്കഴിഞ്ഞാൽ വിത്തറിൻ്റെ അരി നമ്മൾ സ്വതക്കിയായിട്ട് കൊടുക്കും. ആ അരി അളന്ന് റെഡിയാക്കി വെക്കുന്നതാണ് കേട്ടോ, റാഷീദും ഉപ്പയും കൂടെ. ഇത് ഞങ്ങളെ ബാക്കിലുള്ള വീട്ടിലെ ആൾക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനും ഉമ്മയും വേഗം തിരിച്ചു വന്ന് ഇത് ബീഫ് നാളെ വരട്ടാനുള്ള ബീഫ് വാഷ് ചെയ്തു. ഉമ്മയാണ് എല്ലാം ചെയ്തത്. ഞാൻ ബീഫിൻ്റെ കാര്യമൊന്നും ചെയ്തില്ല. ബീഫ് നന്നായിട്ട് വാഷ് ചെയ്ത് ഇത് വാഷ് ചെയ്ത് എടുത്ത് വെച്ചു, എന്നിട്ട് വരട്ടി വെച്ചു കേട്ടോ. പിന്നെ എന്ത് ചെയ്തു, പിന്നെ ഉമ്മ അപ്പം ചുട്ടു. അപ്പം ഉമ്മ ചുട്ടിട്ട് നന്നാവുന്നില്ല, മതി, അപ്പം വേണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അപ്പം കഴിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, പിന്നെ ഞാൻ ഇറങ്ങി അപ്പം ചൂടാൻ. ഞാൻ കിച്ചണിൽ കയറി പണിയെടുക്കുന്ന വളരെ റെയറസ്റ്റ് വീഡിയോ കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അപ്പം കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം അപ്പം ചൂടാൻ ഇറങ്ങിയതാണ്. അങ്ങനെ കുറച്ചപ്പം ഞാനും ചുട്ടെടുത്തു. ചുട്ടപ്പം കാണിച്ചു തരാം കേട്ടോ. ഇതാ വരും, ഇതാട്ടോ ഞാൻ ചുട്ടെടുത്ത അപ്പം. അങ്ങനെ അപ്പം ചുടലും കഴിഞ്ഞ് പരിപാടികളൊക്കെ ക്ലോസായി. ഇനി ബാക്കി നാളെ കേട്ടോ ഉള്ളൂ. അപ്പം നമ്മുടെ അല്ലറച്ചുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പം ഉണ്ടാക്കി, ബീഫ് ഉണ്ടാക്കി നാളത്തേക്കുള്ള. പിന്നെന്താ, വിത്തറിൻ്റെ അരി അപ്പുറത്തെ വീട്ടിലൊക്കെ കൊണ്ടു കൊടുത്തു, ഞാനും ഉമ്മയും കൂടെ. പിന്നെന്താ, അങ്ങനെ അല്ലറച്ചില്ല നമുക്കിങ്ങനെ ഒരുക്കപ്പണികൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പം എൻ്റെ കുറച്ച് പണികൾ ബാക്കിയുണ്ട്. ഫ്രഷ് ആവണം, നൈറ്റ് റൂട്ടീനുണ്ട്, അത് ചെയ്യണം. പിന്നെ മെഹന്തി ഇടണം, ഉമ്മക്ക് ഇട്ട് കൊടുക്കണം. ഫ്രഷായിട്ട് കാണാം. ബൈ. അങ്ങനെ എൻ്റെ സ്പെഷ്യൽ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കാട്ടോ ഇത്. ആഫ്റ്റർ സ്കിൻ കെയർ കണ്ടോ, സ്കിന്ന് കണ്ടോ, നല്ല ഗ്ലോ ആകുന്നില്ലേ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണ് പെരുന്നാളിടെ കേട്ടോ. രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷായില്ല. ഫ്രഷ് ആയതിന് മുമ്പ് ഓടിപ്പോയി മൈലാഞ്ചി കഴുകി നോക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ ഇപ്രാവശ്യം ചുവന്നില്ല. ഇനി പോയി കുളിക്കട്ടെ. കഷ്ടപ്പെട്ടിട്ടത് വെറുതെയായി. ഡിസൈനും കൂടെ കാണുന്നില്ല. ഹായ്. അങ്ങനെ അപ്പും ചായയൊക്കെ വയറ് നിറച്ച് കഴിച്ച് ഫ്രഷായി. മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനൊക്കെ കഴിഞ്ഞു. പപ്പ വരുന്നുണ്ട്. സോ പപ്പേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ടൈം 9:30 അപ്പോൾ പള്ളി നിസ്കാരം, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പപ്പ നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ പപ്പേനായിട്ട് ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇതാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. വീട്ടിൽ നിന്ന് ഞാനങ്ങനെ വിട്ട് നിൽക്കാറില്ല. ഇതുവരെ നിന്നിട്ടില്ല. ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവാറ്, പാരൻസിൻ്റെ കൂടെ. ഇപ്രാവശ്യം ഹസ്ബൻഡിൻ്റെ കൂടെ, ഹസ്ബൻഡിൻ്റെ പാരൻസിൻ്റെ കൂടെ. ഹാപ്പിയാണ്, എന്നാലും സങ്കടം ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് സങ്കടമുണ്ട്. ഉപ്പ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റ്. നമുക്ക് ഉപ്പാനെ കാണാം. എന്നിട്ട് ഇന്ന് വീട്ടിലേക്ക് പോവായിരിക്കും ഇൻഷാ അല്ലാഹ്.
പപ്പ വന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല ബിക്കോസ് ഐ ഫെൽറ്റ് ഇമോഷണൽ. കുറച്ച് സങ്കടമായി പോയി ആൻഡ് വീഡിയോ കിട്ടിയില്ല. ഇനി വീട്ടിലേക്ക് ഇൻഷാല്ലാ പോവും. ഈവനിങ് പ്രാവശ്യം ഒന്ന് ഫ്രീ ആയിട്ട് വേണം വീട്ടിൽ പോകാൻ. അന്നേരം എടുക്കാൻ വീഡിയോ എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനിയിപ്പോൾ കുറച്ച് പണികളുണ്ട്. ഫേസ് ഒന്ന് പ്രെപ്പ് ചെയ്യണം, ഡ്രസ്സപ്പ് ചെയ്യണം, പുട്ടിയിടണം. പുട്ടിന്നൊന്നും പറയാൻ മാത്രമൊന്നുമില്ല, എന്നാലും ഇട്ട് വരും പുട്ടിയാകും, അതാണ്. പിന്നെ നൈക്കയിൽ നിന്ന് കുറച്ച് പാക്കേജിങ് വന്നിട്ടുണ്ട്, അതൊന്ന് അൺബോക്സ് ചെയ്യാം. അങ്ങനെ അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. സോ ഇനി നമുക്ക് ഡ്രസ്സപ്പ് ചെയ്യാം. കം ഓൺ ഗൈസ് എങ്ങനെ ഞാൻ ഡ്രസ്സപ്പ് ചെയ്തു. Do you want to see my dress? This is my dress. Look at this. Now pregnant? I'm super pregnant. Yeah. Then the dress, Eid outfit. My Eid outfit. ഇനി കുറച്ച് മേക്കപ്പ് ബാക്കിയുണ്ട്, അതും കൂടി ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ മേക്കപ്പും കഴിഞ്ഞു, മുടിയും കെട്ടി. ദിസ് ഇസ് മൈ ഹെയർ സ്റ്റൈൽ. ഇനി കുറച്ച് ദുപ്പട്ട ആൻഡ് കുറച്ച് ആക്സസറീസ് അതൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈവനിങ് ആയപ്പോൾ റാഷിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി. സിസ്റ്ററിനെ പിക്ക് ചെയ്തു. ഇത് എൻ്റെ വീട്ടിലത്തെ കാഴ്ചയാണ്. റാഷിദ് അങ്ങനെ എൻ്റെ വീട്ടിൽ പോയി പപ്പേനെയും മമ്മേനെയും കണ്ടു. മമ്മി ഇത് മുബാറക് ആരാണോ വീഡിയോ പപ്പ ഇത് മുബാറക്. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദു ചൂടൻ വന്നിരിക്കുന്നു. ഈദ് മുബാറക്. ആ നൈറ്റ് നല്ല രസമുണ്ടല്ലോ. അപ്പം ആൻഡ് ബീഫ്. വാവ്, ബീഫ് ഈസ് ബ്യൂട്ടിഫുൾ. This is my brother, my one and only brother. അപ്പോൾ പടക്കം പൊട്ടിക്കുന്നുണ്ട്. പടക്കം ഇതായി കഴിഞ്ഞാൽ ഞാൻ ഓടും. പൊട്ടിച്ചു. ഇതാട്ടോ എൻ്റെ റാഷിദിൻ്റെ ഈദിൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ എൻ്റെ ഈദ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.